അവന്റെ ദാത്ത് ഷാന തൻസീഹ് പരിശുദ്ധാവസ്ഥയാണ്. അതിന് ആ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ മനസ്സിലാക്കി തന്നത് അതുപോലെ മനസ്സിലാക്കി തരണം. എന്നാലോ അള്ളാഹു താലാന്റെ സാമീപ്യവും അവന്റെ അനുഗ്രഹങ്ങളെയും കണ്ട് ഷുഹൂദിന്റെ അവസ്ഥയിലേക്ക് എത്തുമാണ്. അങ്ങനത്തെ കാമിലികളെ പിടിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയി എന്ന് മാത്രം. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അള്ളാഹുവിന്റെ തസ്ബീഹ് ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോരുത്തർ കഴിയുന്ന പരമാവധി കഴിയണമായൊരു ചുരുക്കം പറഞ്ഞ ഒന്നുമില്ല. തസ്ബീഹ് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ചൊല്ലുമ്പോ എന്ത് മനസ്സിലാക്കണം? ഞാൻ എങ്ങനെയാണോ അള്ളാഹുവിനെ മനസ്സിലാക്കി അതിനേക്കാൾ അള്ളാഹ് പരിശുദ്ധനാണ് എന്തെങ്കിലും ചുരുങ്ങിയത് മനസ്സിൽ കൊണ്ടുവരുന്നു. സർവ്വ ന്യൂനതകളെ തൊട്ടും സർവ്വ പോരായ്മകളെ തൊട്ടും സർവ്വ കുറവുകളെ തൊട്ടും അള്ളാഹ് പരിശുദ്ധനാണ് എന്നെങ്കിലും മനസ്സിൽ കരുതണം. അള്ളാന്റെ ഔലുഖുവത്ത് കൊണ്ട് അള്ളാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു വിനയവും അവനക്ക് വേണം. ഞാനാവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്. അള്ളാന്റെ ഔലുഖുവത്ത് കൊണ്ടാവണം, അള്ളാഹിനെ കൊണ്ടായിരിക്കണം. അതിന്റെ ഒക്കെ തെർബിയത്ത് അതൊക്കെ ശരിയാവണ്ണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ നല്ല വേദികൾ ഇന്നുണ്ട്. അതാണ് അങ്ങനത്തെ ആ മഹാന്മാരുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ തുര്യക്കത്തുമായിട്ട് അങ്ങനത്തെ നമ്മളെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖിൽ കൂടി വരുന്ന ഈ സിൽസില അൽഹംദുലില്ലാഹ് ഇന്നേ വരെ ഇന്ന് ബഹുമാനപ്പെട്ട അതിന്റെ ഷെയ്ഖ് നമ്മളുടെ സിൽസിലയുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട നൂരിഷ അഹമ്മദ് മുഹിദ്ദീൻ ജീലാനി നൂരിഷ സാനി തൗബലല്ലാഹു മൊയ്തീൻ ഷെയ്ഖിന്റെ 23ാമത്തെ പേരക്കുട്ടി.